രാഷ്ട്രീയ എതിരാളികളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്ന പ്രവണത കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനായി രഹസ്യ സൈബർ പോരാളികളുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തും. CPM-ലെ പോരാളി ഷാജിയെയും കോൺഗ്രസിൻ്റെ പോരാളി വാസുവിനെയും പോലെ ആരെക്കുറിച്ചും എന്ത് വൃത്തികേടും പറയുന്നതാണ് ലീഗിൻ്റെ കൊണ്ടോട്ടി അബു എന്ന പേജ്. CPM നേതാവ് KJ ഷൈനിനെയും KM ഉണ്ണികൃഷ്ണൻ MLA-ക്കെതിരെയും ഇല്ലാ കഥകൾ പറഞ്ഞു വരുത്തിയത് ഈ പേജ് വഴിയായിരുന്നു. യഥാർത്ഥത്തിൽ ആരാണ് ഈ കൊണ്ടോട്ടി അബു? കേസിൻ്റെ അന്വേഷണം എത്തിയത് വിദേശത്തേക്കാണ്. യൂട്യൂബർ യാസർ എടപ്പാളാണ് വ്യാജ ആരോപണത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയതോടെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിലെത്തിയതറിഞ്ഞ് ആലുവ റൂറൽ സൈബർ പോലീസാണ് യാസറിനെ കസ്റ്റഡിയിലെടുത്തത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി KJ ഷൈനിനെതിരെ അപകീർത്തിപരവും അധിക്ഷേപകരവുമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ചെന്നാണ് പരാതി. അപവാദ പ്രചാരണം ചൂണ്ടിക്കാട്ടിയാണ് KJ ഷൈൻ പരാതി നൽകിയത്. സ്ത്രീത്വത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയായിരുന്നു പോലീസ് കേസെടുത്തത്. അന്വേഷണത്തിനിടെ യാസർ എടപ്പാൾ വിദേശത്താണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കേസിൽ 3-ാം പ്രതിയാണ് യാസർ എടപ്പാൾ. കേസിൽ നേരത്തെ KM ഷാജഹാൻ, പ്രാദേശിക കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണൻ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുവർക്കും പിന്നീട് ജാമ്യം ലഭിച്ചു. 2021-ൽ KT ജലീലിനെതിരെ അപവാദ പ്രചാരണം നടത്തിയ കേസിലും യാസർ എടപ്പാളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.